സിമ്പിൾ DP കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തെക്കൻ കേരളത്തിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു മീൻ കറി ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കി ഒരാഴ്ച വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ദിവസവും ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി, കറിക്ക് സ്വാദ് കൂടും. ഇവിടെ ഞാൻ എടുത്തത് 600 ഗ്രാം മീനാണ്. ഇതിന് ചില സ്ഥലങ്ങളിൽ ചെമ്പല്ലി എന്ന് പറയും. ചുവന്ന കളറാണ് മീനിന്. പല സ്ഥലങ്ങളിലും പല പേരുകളാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ ചെറിയ ഉള്ളി 10-12 എണ്ണം നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളി കൂടുന്നതിനനുസരിച്ച് സ്വാദ് കൂടും. ഇത് നല്ലതുപോലെ എണ്ണയിൽ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നീളത്തിൽ മുറിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതും ഈ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് കിട്ടണം. നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക സ്വാദാണ്. ആ പച്ചമണം മുഴുവനും മാറിക്കിട്ടണം. കൂടുതൽ ദിവസം വയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. സ്വാദും കൂടും. ഇത് ശരിക്കും മൺചട്ടിയിലാണ് ഉണ്ടാക്കേണ്ടത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചിലർക്ക് ഈ കറി ഒരാഴ്ച വരെ വെച്ച് കഴിക്കുന്നത് ഇഷ്ടമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഞങ്ങൾക്ക് കൂടുതൽ ദിവസം വെച്ച് കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം അന്ന് തന്നെ കഴിക്കുന്നതാണ്. അതിനും ഒരു പ്രത്യേക സ്വാദാണ്. ഇതിൻ്റെയും പച്ചമണം നല്ലതുപോലെ മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയും പച്ചമണം മാറിക്കിട്ടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 കഷ്ണം കുടംപുളി കുതിർത്തിയത് ഒഴിച്ചു കൊടുക്കാം. പുളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ചിലർക്ക് അധികം പുളി ഇഷ്ടമാവില്ല.
ഇനി ഞാനിതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് ഇളക്കിയെടുത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ തിളച്ച ശേഷം മീനിടുന്നതാണ് സ്വാദുണ്ടാവുക. അപ്പോൾ മീനിൽ എല്ലാ സ്വാദുകളും കയറി കിട്ടും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഉപ്പെല്ലാം നോക്കിയ ശേഷമാണ് മീൻ ഇടേണ്ടത്. ഏത് മീനെടുത്തും ഇങ്ങനെ ഉണ്ടാക്കാം. ചെറിയ മീനോ വലിയ മീനോ എന്ത് വേണമെങ്കിലും എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കാം. അതിനൊരു പ്രത്യേക സ്വാദാണ്. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ തിളച്ച് കറിയിൽ ഉപ്പും പുളിയുമെല്ലാം പാകമായോ എന്ന് നോക്കിയ ശേഷം മാത്രം മീനിട്ട് കൊടുക്കും. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് കുറുകിയ കറിയാണ്. ഗ്രേവി കൂടുതലായി വേണമെങ്കിൽ ആദ്യമേ ഒരു 1/4 ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ചുവന്നുള്ളി എണ്ണയിൽ മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.